മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ പരിഗണനയ്ക്ക് വയ്ക്കുകയാണ്. ഒന്നാമതായി ഞാൻ പറയുന്നത്, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം, പരിഹസിക്കരുത്. മാതാപിതാക്കൾ കുട്ടികളെ അഭിനന്ദിക്കുന്നതിനേക്കാൾ കുറ്റപ്പെടുത്തുകയാണ് സാധാരണ ചെയ്യുക. നിന്നെ ഒന്നിനും കൊള്ളില്ല, തിന്നാനും ഉറങ്ങാനും മാത്രം അറിയാം, ഓ നീ ഇത്ര മണ്ടനായി പോയല്ലോടാ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ, അഭിപ്രായ പഠനങ്ങൾ കേട്ട് കഴിയുമ്പോൾ കുട്ടി അത് സ്വയം മനസ്സിൽ അംഗീകരിക്കും. അപ്പം എനിക്ക് പറയാനുള്ളത്, കുട്ടിയുടെ പെരുമാറ്റത്തെ വിമർശിക്കാം, എന്നാൽ കുട്ടിയെ വിമർശിക്കരുത്. നീ ചെയ്തത് തെറ്റാണ്, പക്ഷെ നീ ആകമാനം തെറ്റാണ് എന്നൊരു ബോധ്യം കൊടുക്കരുത്. നല്ല കാര്യങ്ങൾ കണ്ടാൽ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് വലിയ മടിയാണ്. അഭിനന്ദനത്തിനൊരു വാക്കുണ്ടായില്ലെങ്കിൽ കുട്ടികൾ മോശമായി പോകും. ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ് താഴും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാം ഉപയോഗിക്കുന്ന വാക്കുകൾ കുട്ടികളെ തളർത്തുന്നവ ആയിരിക്കരുത്, നേരെ മറിച്ച് വളർത്തുന്നവയായിരിക്കണം. നല്ലൊരു ഉദാഹരണമാണ് ലോകപ്രസിദ്ധനായ ചിത്രകാരനായ ഡെവിഞ്ചി. ഇത്ര വലിയ ചിത്രകാരനായുള്ള കാരണം പറയുന്നത്, ചിത്രരചന പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗുരു ഒരിക്കലും ഒരു നല്ല പടം വരയ്ക്കുവാൻ ഓർഡർ കിട്ടി. വരച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഗുരുവിന് അസുഖം ബാധിച്ചു. ഗുരു ഡെവിഞ്ചിയോട് പറഞ്ഞു, കമോൺ ജസ്റ്റ് ട്രൈ, ഒന്ന് പരിശ്രമിച്ച് നോക്ക്, നീ അത് ചെയ്താൽ ശരിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒത്തിരി മടിയൊക്കെ പറഞ്ഞെങ്കിലും ഡെവിഞ്ചി അത് വരയ്ക്കാനായിട്ട് ശ്രമിച്ചു. വരച്ചു കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞ വാക്കുകൾ, ഡെവിഞ്ചി, ഇനി ഞാൻ ചിത്രം വരയ്ക്കേണ്ട ആവശ്യമില്ല, അത്ര മനോഹരമായിരിക്കുന്നു, നീ ചെയ്ത ചിത്രം എന്ന് പറഞ്ഞവനെ അഭിനന്ദിക്കുകയാണ്. അത് ഡെവിഞ്ചിയെ വളരെയേറെ വളർത്തിയെന്നാണ് ചരിത്രം സാക്ഷിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകപ്രസിദ്ധനായ ഈ ചിത്രകാരൻ്റെ പിറകിലെ പ്രോത്സാഹനം അതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് എന്ന് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അഭിനന്ദനത്തിന് പ്രായപരിധിയില്ല. കൊച്ചു കുട്ടികൾക്ക് പോലും ഇതിൻ്റെ നന്മ അറിയാവുന്നതാണ് സത്യം. ഇന്ന് ഞായറാഴ്ച ഒത്തിരി പരിപാടികൾ വരും. ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ അറിയാം. ചിലടത്ത് വിവാഹം, ചിലടത്ത് മാമോദീസ, ചിലടത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ വരും. നമ്മുടെ കുടുംബത്തിൽ എല്ലാത്തിനും ക്ഷണമുണ്ട്. എങ്ങനെ പോകും? പങ്കിട്ട് കൊടുക്കുക, അല്ല പിന്നെ എങ്ങനെ? അപ്പം അച്ചായൻ വിവാഹത്തിന് പോകാൻ തീരുമാനിച്ചു, അമ്മച്ചി മാമോദീസയ്ക്ക് പോകാൻ തീരുമാനിച്ചു, പിന്നെ ഒരു കൊച്ചേ ഉള്ളൂ, കൊച്ചിനെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വിടാമെന്ന് തീരുമാനിച്ചു. വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ചെന്നപ്പോൾ ഇവന് കേക്ക് വലിയ ഇഷ്ടമാണ്. ഇവനോട് അമ്മച്ചി പറഞ്ഞടാ, കേക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് പരിച്ചുകാർ കേക്കെല്ലാം കൂടെ തിന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ മാനം കളഞ്ഞേക്കരുത് കേട്ടോന്ന്. അവനില്ല എന്നും പറഞ്ഞു. അവൻ അവിടെ ചെന്ന് ഇതിൽ പങ്കെടുത്തു. കേക്ക് കഴിച്ചിട്ട് അവന് പതുക്കെ ഈ വീട്ടമ്മയുടെ അടുത്ത് നിന്ന് പറഞ്ഞു, ഓ എന്തൊരു കേക്കാണ്, ഇത്രയും നല്ല കേക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല, ഇതിൻ്റെ പാചകക്കുറിപ്പൊന്ന് തരാമോ എന്ന് പറഞ്ഞു. ഈ തിരക്കിനിടയിൽ ആ അമ്മച്ചി താൻ ഉണ്ടാക്കിയ കേക്ക് ഇത്ര നല്ലതെന്ന് കേട്ടതുകൊണ്ട് അകത്ത് നിന്ന് പാചകക്കുറിപ്പ് എഴുതി കൊടുത്തു. മാത്രമല്ല, ഇത് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം എന്ന് നിൻ്റെ മമ്മിയോട് പറയണം എന്ന് പറഞ്ഞ് വേറൊരു കേക്ക് കൂടെ പൊതിഞ്ഞ് അതിൻ്റെ കൂടെ സാമ്പിളായിട്ട് കൊടുത്തു വിടുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇവൻ ഒരു കേക്കും മേടിച്ചുകൊണ്ടാണ് വീട്ടിൽ വരിക. അഭിനന്ദനത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് പറയാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് ഞാൻ കൊണ്ടുവരുന്ന ചിന്ത മറ്റൊന്നുമല്ല, മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന അഭിനന്ദനങ്ങൾ അതവരെ വളർത്തുന്നതാണ്. അതിനങ്ങേയറ്റം ശ്രദ്ധിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ കത്തുകളിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ കത്ത് ആരുടേതാണ് നിമ്മി? ഇന്ന് ആദ്യത്തെ കത്ത് കിടങ്ങൂരിൽ നിന്ന് സിസിലി എന്ന വീട്ടമ്മയുടേതാണ്. ബഹുമാനപ്പെട്ട ലൂയിസച്ച, എൻ്റെ ഭർത്താവ് ഭയങ്കര മദ്യപാനിയാണ്. മദ്യം അകത്ത് എന്നാൽ പിന്നീട് പിശാചാണ്. ഈയിടെ ഞങ്ങളുടെ ഇടവകയിൽ എല്ലാ വീടുകളിലും കുരിശുരൂപം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥനയുണ്ടായിരുന്നു.
ഞങ്ങളുടെ വീട്ടിൽ കുരിശ് പ്രതിഷ്ഠിച്ചപ്പോൾ ആ ദിവസം മദ്യപിച്ചു വന്ന എൻ്റെ ഭർത്താവ് കുരിശുരൂപം എടുത്ത് മുറ്റത്തേക്ക് എറിഞ്ഞു. എനിക്കും മക്കൾക്കും ഭയങ്കര സങ്കടമായി. പുള്ളിക്കാരൻ ഉറങ്ങിയപ്പോൾ ഞങ്ങൾ കുരിശെടുത്ത് തിരിച്ചു വെച്ചു. എങ്കിലും നാട്ടിൽ ചിലരൊക്കെ ഇതറിയുകയും അതിൻ്റെ പേരിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. എനിക്കും ഒത്തിരി വിഷമമുണ്ടച്ഛ. ഒത്തിരി ധ്യാനങ്ങൾക്കും ചികിത്സകൾക്കും അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുള്ളതാണ്. എങ്കിലും രക്ഷപ്പെടുന്നില്ല. അച്ഛൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകണമേ. തീർച്ചയായിട്ടും സിസിലിയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് ധാരാളം കുടുംബങ്ങളിൽ ഈ വിഷമമുണ്ട്. മദ്യം പൈശാചികമാണ് എന്നതിലൊരു സംശയവുമില്ല. പിശാചുക്കളുടെ തന്ത്രങ്ങൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരാളെ മദ്യപിച്ച് എടുക്കുകയാണെങ്കിൽ പിന്നെ അയാളെ കൊണ്ട് എന്ത് തിന്മ വേണേലും പ്രവർത്തിപ്പിക്കാമെന്നാണ്. അപ്പോൾ അവനെ ഒന്ന് മദ്യപിച്ച് കിട്ടിയാൽ മതി. അപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു ടെക്നിക്കായിട്ട് അത് കരുതിയിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഇയാളെ പരിഹാരം എനിക്ക് വേറൊന്നുമല്ല, ഇയാളെ മദ്യത്തിന് രക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ ഈ കുടുംബത്തിൽ ഒരു പരിഹാരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. 1 കൊരിന്ത്യർ 7:14 പറയുന്നത് പോലെ ദമ്പതികൾ പരസ്പരം വിശുദ്ധീകരിക്കണം, അതിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഭാര്യയുടെ ഒരു വലിയ റോള്, സിസിലിക്ക് വിഷമം തോന്നരുത്, ഈ ഭർത്താവിനെ വിശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ളതാണ്. പ്രയാസമുള്ളതാണ് എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. എങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, ആദ്യമായി പ്രാർത്ഥിക്കുക. അതുപോലെ നല്ല പെരുമാറ്റത്തോടെ ഒത്തിരി സ്നേഹം കൊടുത്ത് അയാളെ സ്വന്തമാക്കുക. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പൊതുവെ മദ്യപാനികളെല്ലാം പാവങ്ങളാണ് എന്ന് പറഞ്ഞാൽ മനത്തൻ്റെ ഇല്ലാണ്ടാണല്ലോ ഇതിനകത്ത് പെട്ടെന്ന് വീണു പോകുന്നത്. അപ്പോൾ ഇവർ നേടിയെടുക്കാം നമുക്ക് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി സ്നേഹം കൊടുത്ത് സ്വന്തമാക്കുക. പിന്നെ ആ സ്നേഹത്തിൻ്റെ വഴിയിലൂടെ ഇപ്പോൾ സിസിലി പറയുകയുണ്ടായി, ധ്യാനവും കൗൺസിലിങ്ങും ഒക്കെ ഒത്തിരി നടന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്, എല്ലാം നടത്തി നോക്കി സിസിലി അങ്ങേയറ്റം നീങ്ങിയിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പം ഒരു ദോഷവുമില്ലാത്ത ചില ഹോമിയോ മരുന്ന് ഇപ്പോൾ അവൈലബിളാണ്. അത് വേറൊന്നും ചെയ്യുന്നില്ല, മദ്യപിക്കണമെന്നുള്ള വലിയൊരു ഒരു ടെൻഡൻസി, ആ ടെൻഡൻസിയിൽ നിന്ന് വിടുതൽ കിട്ടാൻ ഒരു അല്പസഹായം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അത് ഒന്ന് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. ഭക്ഷണത്തിൽ കൊടുത്താൽ മതിയാകും എന്നുള്ളതാണ് നല്ലത്. ഇത് ക്ഷമയോടെ ചെയ്യണം, കാരണം അത് ഇന്ന് കൊടുത്ത് നാളെ റിസൾട്ടൊന്നും കിട്ടത്തില്ല. ക്ഷമയോടെ ചെയ്യുവാനായിട്ട് സാധിക്കുമെങ്കിൽ നല്ലതാണ്. പിന്നെ സിസിലിയെ സൂചിപ്പിച്ചു, കുരിശെടുത്ത് ഇങ്ങനെ എറിഞ്ഞു എന്നുള്ള. കുരിശെടുത്ത് കഴിഞ്ഞതിനെപ്പറ്റി സിസിലി ഒത്തിരി വിഷമിക്കുകയൊന്നും വേണ്ട, അത് ബോധമില്ലാതെ ചെയ്തതാണ്. ബോധം ഉണ്ടാകുമ്പോൾ ആരും അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് ബോധം ഉണ്ടായി സ്നേഹത്തോടെ ഇരിക്കുമ്പം ഒരു നല്ല കുമ്പസാരമൊക്കെ നടത്താനായിട്ട് നമ്മുടെ ഭർത്താവിനെ പ്രേരിപ്പിക്കണം. തീർച്ചയായിട്ടും എല്ലാം ഭംഗിയാകാനായിട്ട് പ്രാർത്ഥിക്കാം. തളരാതെ തിരുരക്തം തളിച്ച് എന്നും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സിസ്റ്ററിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ എന്താണ് നിമ്മിക്ക് പറയാനുള്ളത്? സിസിലി അമ്മച്ചിയുടെ വിഷമം നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ മദ്യപാനത്തിൽ നിന്നുമാണ് ശത്രുത, കലഹം ഇവയെല്ലാം ഉടലെടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ അയാൾ മദ്യപിച്ച് വന്നു കുരിശുരൂപം എടുത്തറിയാം. അമ്മച്ചി പറയുകയും ചെയ്തു, മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ പിശാചാണെന്ന്. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കാണിച്ചു കൂട്ടിയിരിക്കുന്നതൊക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, അത് എടുത്തെറിയുകയും ചെയ്തു. അപ്പം അമ്മച്ചിയും മക്കളും കൂടി അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും മാതാവിനോട് ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പം മാതാവ് തൻ്റെ തിരുക്കുമാരനോട് ഇവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ മദ്യപാനത്തിൽ നിന്നും വിടുതൽ ലഭിക്കുകയും ചെയ്യും, ഉറപ്പാണ്. അതിനുവേണ്ടി നമുക്കും പ്രത്യേകം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ മാതാവിനോടുള്ള മധ്യസ്ഥം അല്ലേ, പാപികളുടെ സങ്കേതമായ മറിയമേ നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ മാതാവിനുള്ള മധ്യസ്ഥത്തിൽ നമ്മുടെ ഭർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളത് വളരെ ശരിയാണ്. ഒത്തിരി കൃപകൾ മാതാവ് വഴി ഈശോ തരുന്നുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. അതിന് കൂടെ തീർച്ചയായിട്ടും സിസിലി പരിശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ടോമിച്ചിന് എന്ത് പറയുന്നു ഇതേപ്പറ്റി? എന്നാന്ന് വെച്ചാൽ സിസിലിയുടെ കത്തിൽ നിന്ന് ഒത്തിരി ധ്യാനവും കൗൺസിലിങ്ങും ഒക്കെ കഴിഞ്ഞയാളാണ് അദ്ദേഹം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് പല ആവർത്തി നിർത്തിയിട്ടുണ്ടാവും, മദ്യപാനം നിർത്തി കുറേ നാളെങ്കിലും പോയിട്ടുണ്ട്. അപ്പം ഒരു മനുഷ്യൻ മദ്യപാനത്തിൽ നിന്ന് മോചനം നേടിക്കഴിഞ്ഞാൽ, ആൽക്കഹോളിക് അഡിക്ഷൻ ഇസ് എ ഡിസീസ്, ഇതൊരു രോഗമാണെന്നുള്ള ബോധ്യത്തോടു കൂടി
ആ മനുഷ്യനെ സ്നേഹം കൊണ്ട് കീഴടക്കി എന്നും ആ മനുഷ്യൻ്റെ ചുറ്റിപ്പറ്റി അമ്മയും മക്കളും നിന്ന് പരിചരിച്ചു കൊണ്ടുവന്നാൽ അത്ര എളുപ്പം വീണു പോകാതിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ആ കൂട്ടായ്മകളിലൊക്കെ പങ്കുചേർത്ത് ഒക്കെ കൊണ്ടുപോകാൻ ശക്തമായൊരു ശ്രമം ഉണ്ടായാൽ ആ മനുഷ്യൻ വീണുപോയി വീണ്ടും വീണെങ്കിലും തിരിച്ചു വരാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് പലപ്പോഴും ഈ ധ്യാനത്തിനും കൗൺസിലിങ്ങിനൊക്കെ പോയത്. ഇനിയാണേലോ സാധിക്കും. അദ്ദേഹത്തെ എവിടെയെങ്കിലും കൊണ്ടുപോയി നല്ല ട്രീറ്റ്മെൻറ്റിനോ ധ്യാനത്തിനോ കൗൺസിലിങ്ങിനോ ഒക്കെ കൊണ്ടുപോയിട്ട് അതോടുകൂടി കൈവിട്ട് പിന്നെ അങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിക്കാതെ നിരന്തരമായിട്ടും മരണം വരെ ഈ വ്യക്തിയെ ഫോളോ ചെയ്യാൻ ഈ അമ്മയ്ക്കും മക്കൾക്കും കടമയുണ്ട്. അങ്ങനെ ഫോളോ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനിയാണെങ്കിലും ഒരുപക്ഷെ രക്ഷപ്പെടുത്തിയെടുക്കാം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അപമാനം കുരിശെടുത്തെറിഞ്ഞു നാട്ടുകാരുടെ മുമ്പിലൊക്കെ പരിഹാസ വിഷയമാകും. അത് സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗം നമുക്കില്ല. പ്രാർത്ഥിക്കുക. ഈ മദ്യം സകല തിന്മകളുടെയും മാതാവെന്ന് മഹാത്മജി പറഞ്ഞു വെച്ചിട്ടുണ്ട്. മദ്യം ഒരിക്കലും നല്ലതല്ല. അതിനെതിരായിട്ട് നമ്മൾ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തിയത് കൊണ്ടിട്ട് കാര്യവുമില്ല. ആ വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന അച്ഛൻ മുമ്പേ പറഞ്ഞ പോലെ ശുദ്ധഹൃദയരാണ് കൂടുതലും മദ്യത്തിന് അടിമയായി പോകുന്നത്. അപ്പം ആ വ്യക്തിയിലെ നന്മയുണ്ട്. മദ്യപിക്കുന്ന ആളുകൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒത്തിരി സ്നേഹത്തോടെ ഇടപെടുന്നത് പലരും പറയുക. അപ്പോൾ അവരിലെ നന്മയുണ്ട്, നന്മയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ മദ്യം അവരെ കൊണ്ട് അരുതാത്തത് ചെയ്യിച്ച് നാശമാക്കുന്നു, കുടുംബം തകർക്കുന്നു, കുഞ്ഞുങ്ങളുടെ ഭാവിയെ നശിപ്പിക്കുന്നു, 100 പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ചെയ്യാവുന്നത് ഇനിയാണേലും സ്നേഹത്തോടെ ഇപ്പോൾ ഈ ഒരു ഇവൻ്റ് കുരിശെടുത്തെറിഞ്ഞു നാണക്കേടായി അപമാനമായി അതിപ്പോൾ അവരുടെ കുടുംബത്തെ ബാധിക്കും, അത് ഈ മനുഷ്യനെയും ബാധിക്കും. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ വീണ്ടും ഒരു ധ്യാനത്തിനൊക്കെ കൊണ്ടുപോവുക, നല്ല കൗൺസിലിംഗ് കൊടുക്കുക. തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് നിരന്തരം കൂട്ടായ്മ അവിടെ ഉണ്ടെങ്കിൽ ആ കൂട്ടായ്മയ്ക്ക് നിരന്തരം കൊണ്ടുപോവുക, വിട്ടുകളയല്ല കൊണ്ടുപോവുക. ഇവരുടെ കൂടി എപ്പോഴും ഈ അപ്പൻ്റെ കൂടെ കൂടി അമ്മയും മക്കളും സ്നേഹവും സന്തോഷവും കൊടുത്ത് കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എങ്കിലേ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് കൊണ്ടുവരാൻ പറ്റും. പ്രാർത്ഥിക്കുക, അതുമാത്രമാണ് ഇപ്പം വഴി. തിരുരക്തമൊഴുക്കി തിരുത്തൊഴുകി പ്രാർത്ഥിക്കുക, അതിലൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അച്ഛൻ പറഞ്ഞതിലൂടെ എനിക്കൊരു ചെറിയ തോന്നിയത്, ഈ ഗ്രൂപ്പും വളരെ നല്ലതാണ്, ഞാനത് സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഈ അമ്മയും മക്കളും തീരുമാനിച്ചാൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ ഒരു സമൂഹത്തിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. എനിക്ക് പൊതുവായി പറയാനുള്ളത്, നമുക്ക് ഇങ്ങനെയുള്ള വിമുക്തരായ വ്യക്തികളെ ഫോളോ അപ്പ് ഇല്ലാതെ വിടാതെ ഇരിക്കുവാൻ തീർച്ചയായിട്ടും ശാലോം TV ശ്രദ്ധിക്കുന്ന എല്ലാ നല്ല മനുഷ്യരോടും എനിക്ക് പറയാനുള്ള, അങ്ങനെ ഒരു ഫോളോ അപ്പ് ഗ്രൂപ്പ് ഉണ്ടാകുന്നത് ഏറെ ഉചിതമാണ്. അതിനായിട്ട് നിങ്ങളൂടെ വേണ്ട സപ്പോർട്ട് ചെയ്യണം. വിആർച്ചിമാരോട് ബന്ധപ്പെട്ടോ അല്ലെ സാമൂഹ്യ നേതാക്കന്മാരോട് ബന്ധപ്പെട്ടോ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്താൻ കൂടെ നമുക്ക് കഴിയണം എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് സിസിലിയല്ലേ, സിസിലി തീർച്ചയായിട്ടും വിഷമിക്കാതെ പ്രാർത്ഥനാപൂർവ്വം ശ്രമിക്കുക. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പ് തരികയാണ്. നമ്മുടെ അടുത്ത കത്ത് ആരുടേതാണ്? അടുത്ത കത്ത് കൊഴുവനാൽ നിന്നും ഔസേപ്പച്ചനും ലീലാമ്മയും കൂടി എഴുതുന്നതാണ്. ബഹുമാനപ്പെട്ട ലൂയിസ് അച്ഛാ, ഞങ്ങളുടെ മകൻ ജോണി 44 വയസ്സുണ്ട്, ബിരുദധാരിയാണ്, പക്ഷേ മദ്യത്തിനടിമയാണ്. കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ഉപദ്രവിക്കും. അവൻ്റെ ഭാര്യ നാൻസി ഒരു നേഴ്സാണ്. അവർക്ക് ഒരു മകളേ ഉള്ളൂ, അവൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പെൺകുട്ടികളെ ഞങ്ങൾ വിവാഹം കഴിച്ചയച്ചിട്ടുണ്ട്. അവർ 3 പേരും ഞങ്ങളോടിപ്പോൾ പറയുന്നു കുടുംബസ്വത്ത് ഭാഗം ചെയ്യണമെന്ന്, അപ്പനെയും അമ്മയെയും നോക്കുന്നവർക്ക് കൂടുതൽ പങ്ക് നൽകണമെന്നുമൊക്കെ. ഞങ്ങൾ ആകെ ചിന്താക്കുഴപ്പത്തിലാണ്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളുടെ സുരക്ഷിതത്വം ഞങ്ങൾ നോക്കണമല്ലോ. ഏറ്റവും ഉചിതമായ ഒരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഔസേപ്പച്ചനെ ലീലാമ്മയും ഞാൻ മനസ്സിലാക്കുന്നവർ പ്രായമുള്ള അച്ചായനും അമ്മച്ചിയുമാണ് എന്നാണ് മനസ്സിലാവുന്നത്. മക്കളെല്ലാം വിവാഹം കഴിപ്പിച്ചു. കത്തെഴുതിയതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ജോണിയുടെ മദ്യപാനത്തിൽ നിന്നും വിമോചിപ്പിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കണം എന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. അതിന് ഞാൻ കഴിഞ്ഞ കത്തിന് തൊട്ടടുത്ത എപ്പിസോഡിൽ തന്നെ ആദ്യത്തെ കത്തിൽ കൊടുത്ത മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെയും ബാധകമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനത് നിർത്തുകയാണ്. പിന്നെ കുടുംബത്തിൻ്റെ സ്വത്തിൻ്റെ കാര്യത്തിലാണ് ഇവിടെ ഇപ്പം പെൺകുട്ടികൾ, വിവാഹം കഴിച്ചയച്ച 3 പെൺകുട്ടികൾ വന്ന് ഷെയർ ചോദിച്ചിരിക്കുകയാണ്.
എനിക്ക് അതേപ്പറ്റി പറയാനുള്ളത്, അവർക്ക് ഉചിതമായ ഷെയർ വിവാഹ അവസരങ്ങളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ വാക്കുകൾ ഒരു കണ്ടീഷൻ വെച്ചാണ് ഞാൻ പറയുന്നത്, ഉചിതമായ ഷെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെ ഒരു ഭാഗമിക്കൽ വേണമെന്നില്ല. അവർക്ക് വിവാഹ സമയത്ത് അപ്പനും അമ്മയും മനസാക്ഷിക്കൊത്ത് നിങ്ങൾക്കുള്ളതിൻ്റെ പങ്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ വീണ്ടും ഒരു ഭാഗമിക്കൽ അവിടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിലും അപ്പനും അമ്മയും ഒരു ഷെയർ മകന് മറ്റൊരു ഷെയറും ആകുന്നതിൽ ഒരു തെറ്റുമില്ല. ഇനിയും മിച്ചമുള്ളത് അപ്പനും അമ്മയും സൂചിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ സുരക്ഷിതത്തെ ഞങ്ങൾക്ക് നോക്കണമല്ലോ എന്ന്. അപ്പനും അമ്മയ്ക്കും ഒരു ഷെയർ ആകാം, അതിനാരാ എതിര് പറയുന്നത്? മകനും ഒരു ഷെയർ കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയും അപ്പനെ അമ്മയെ നോക്കുന്നവർക്കായിട്ട് ആ ഷെയർ, ഇപ്പോൾ അപ്പനെ അമ്മയുടെ ഷെയർ എന്ന് പറഞ്ഞല്ലോ, അത് വിൽപ്പത്രത്തിൽ എഴുതി രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതാണ്. നോക്കുന്നത് ഇപ്പോൾ മകനാണ്, ഒരുപക്ഷെ ഭാവിയിൽ അതിന് മാറ്റം വരുമോ എന്നൊരു ഉത്കണ്ഠ അതിനകത്ത് കാണുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ആര് നോക്കുന്നു ആ വ്യക്തിക്ക് എന്നുള്ള നിലയിൽ അത് വിൽപ്പത്രം എഴുതി രജിസ്റ്റർ ചെയ്താൽ അത് ഫലദായകമാണ്. ഇനി അവനെ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവനാക്കാൻ ശ്രമിക്കണം. മകനിങ്ങനെ കുടിയനാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളിക്കളയാതെ അവന് റെസ്പോൺസിബിലിറ്റിയൊക്കെ കൊടുത്ത് അവൻ്റെ കുടുംബത്തിൻ്റെ കാര്യം അവൻ നോക്കണം, അവൻ്റെ ഭാര്യ, മകന്, കൊച്ചിൻ്റെ കാര്യമൊക്കെ നോക്കണം എന്ന് പറയുന്നതിനെ ഉത്തരവാദിത്വ ബോധമുള്ളതിനെ ശ്രമിക്കണമെന്ന് കൂടി ഞാൻ പറയുകയാണ്. പ്രഭാഷകൻ 3:16 പറയുന്ന പോലെ പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണമാണ്, മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും. ഇതെല്ലാവരോടുമായിട്ട് ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ എന്നെ ഈ മകൻ ശ്രദ്ധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല, എങ്കിലും ഞാൻ പൊതുവായിട്ട് പറയുകയാണ്. നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഇയാൾ കുടിച്ചിട്ടാണെങ്കിലും അടിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ക്രൂരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൊണ്ട് അത് ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിന് ആത്യന്തികമായ നാശമേ വഹിക്കത്തുള്ളൂ. പ്രശ്നപരിഹാരത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഈ ചില നിർദ്ദേശങ്ങൾ ഞാൻ പങ്കുവെക്കുകയാണ്. ഇതേക്കുറിച്ച് എന്താണ് ടോമിച്ചിന് പറയാനുള്ളത്? ഇതിനകത്തുനിന്ന് ഇവർ ഈ 3 പെൺമക്കളും അമ്മയുടെ അപ്പൻ്റെയും കൂടെ ഉണ്ട് എന്നൊരു ധ്വനി അതിനകത്തുണ്ട്. അവർ ആയിട്ട് ഇവർ പരസ്പരം കമ്മ്യൂണിക്കേഷനുണ്ട്. അപ്പം ഈ മക്കളും പെൺമക്കളും അവരുടെ കെട്ടിയന്മാരും അവരുടെ കുടുംബമാണ്. അവനെ വീണ്ടെടുക്കാനുള്ള അടിയന്തരമായ ശ്രമമാണ് അവർ പക്ഷേ നടത്തി കാണുമായിരിക്കും. നമുക്ക് എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ അവർ ശ്രമിച്ചിട്ട് പറ്റാഞ്ഞിട്ടായിരിക്കും. പക്ഷേ എന്ത് വില കൊടുത്തും ഈ മകനെ വീണ്ടെടുത്ത് അവനെ യഥാസ്ഥാനപ്പെടുത്തുക എന്നതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പോകണം. അതിനവൻ്റെ ഭാര്യയും 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെയൊക്കെ ഇവർക്ക് കൂടെ നിർത്തിക്കൊണ്ട് ഏത് വിധനെയും അപ്പം എവിടെയെങ്കിലും കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ടോ ധ്യാനത്തിന് കൊണ്ടുപോയിട്ടോ ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ടോ ഏത് വിധത്തിലാണേലും അവനെ വീണ്ടെടുക്കുന്നതാണ് മാതാപിതാക്കളുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും പരമപ്രധാനം. അതിന് വീതം വെക്കലോ പെൺപിള്ളേർക്ക് വീതം കൊടുക്കലോ ഒന്നുമല്ല കരണീയം. അത് ഇവരെല്ലാവരും കൂടെ ഒറ്റ മനസ്സോടെ നിന്നുകൊണ്ട് അവനെ വീണ്ടെടുത്ത് അച്ഛൻ പറഞ്ഞ പോലെ അവന് ഉത്തരവാദിത്തങ്ങളും കൊടുത്തു, അവനെ കൂടെ നിർത്തി ആ കുടുംബത്തെ വീണ്ടെടുക്കണം. അതാണ് ഏറ്റവും പരമപ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഈ മാതാപിതാക്കളുടെ ഈ ആശങ്ക അവൻ ഉപദ്രവിക്കുന്നു, അതെല്ലാം അവൻ മാറി, ഈ വിഷയത്തിൽ നിന്ന് മാറി. ഇനി അവനോടോ അവൻ്റെ ഭാര്യയോടോ പറയാനുള്ളത്, മാതാപിതാക്കളുടെ നേരെ കൈപൊക്കുന്നത് അനർത്ഥം വലിച്ചു വെക്കും, തർക്കമൊന്നുമില്ല. അത് ഈ നേഴ്സായ ഭാര്യ എങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ സഹോദരി വളരെ ശക്തമായിട്ട് അതിനകത്ത് ഇടപെടണം. ഒരു കാരണവശാലും മാതാപിതാക്കളുടെ നേരെ കൈവക്കാനോ അവരെ ബുദ്ധിമുട്ടിക്കാനോ കൊടുക്കാത്ത വണ്ണം ഹസ്ബൻഡിനെ നിയന്ത്രിക്കണം. അല്ലെങ്കിൽ ഈ അടുത്ത തലമുറയ്ക്കത് അസ്വസ്ഥതയ്ക്ക് കാരണമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശക്തമായ ശ്രമം ഉണ്ടാകണം. അത് ഈ സഹോദരിമാരും അതിനകത്ത് ഇടപെടാം. കാരണം അവനെ വീണ്ടെടുത്ത് അവനെ ഈ ശാപം ഇവർ ചെയ്യേണ്ടത് ഇവർ ചെയ്യാതിരുന്നാൽ അത് ഇവർക്കും കിട്ടും അതിൻ്റെ ഫലം. ചെയ്യേണ്ടത് ചെയ്യണം. അവനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ സഹോദരനാണ്. അവനെ വീണ്ടെടുക്കാൻ, ആ കുടുംബത്തെ വീണ്ടെടുക്കാൻ പരമാവധി പരിശ്രമിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുമുണ്ട്. അപ്പോൾ അത് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ്. 2, അച്ഛൻ പറഞ്ഞതുപോലെ
അവന് വീതം കൊടുത്താൽ ഇവരുടെ കാര്യം എങ്ങനെയാവും, ഇവൻ ഇങ്ങനെ ഈ ഒരു അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതവർക്ക് ഭാരത്തിന് കാരണമാകും. അതുകൊണ്ട് അവന് കൊടുക്കാനുള്ളത് കൊടുക്കുക. അച്ഛൻ പറഞ്ഞതുപോലെ സ്ത്രീധനം കൊടുത്തപ്പോൾ ഈ മാതാപിതാക്കളുടെ കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നവരെ സ്ത്രീധനം കൊടുത്ത് മാന്യമായിട്ട് കെട്ടിച്ച് വിട്ടവരാ. അവർക്കിനിയും വീതം അവകാശപ്പെടുന്നതും ചോദിക്കുന്നതും ഒന്നും ഭൂഷണമല്ല. അതിൽ നിന്ന് അവർ പിന്തിരിയണം. അതാ ഉചിതം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 2, മാതാപിതാക്കളുടെ സംരക്ഷണത്തിനും അവരുടെ ചെലവിനും അവരുടെ ശേഷക്രിയകൾക്കും എല്ലാം പണ്ട് തന്നെ കർത്തന്മാർ ചെയ്തു വെക്കുന്നതാണ്. എൻ്റെ ശേഷക്രിയ എന്ന് വെച്ചാൽ മരണവും അതുപോലുള്ള ചിലവുകൾക്ക് വേണ്ടിയിട്ട് ഇത്ര ശേഷക്രിയ എന്നൊക്കെ പറഞ്ഞ് പണ്ട് വെച്ചിരുന്നത് അങ്ങനെ. അപ്പം അത് ഒക്കെ മാറ്റി വെച്ചിട്ട് തന്നെ ബാക്കിയുള്ളത് അവൻ അവകാശപ്പെട്ടതാണ്, അത് അവന് കൊടുക്കണം. അതല്ലാതെ ഇവൻ മദ്യപാനി ആയിപ്പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നേര് എന്നൊരു ധ്വനി അതിനകത്ത് വരാതിരിക്കണം. ആ ഒരു ഇത് സഹോദരിമാരുടെ ഭാഗത്തൊന്നും വരല്ലേ. മാതാപിതാക്കൾക്ക് കൊടുക്കുക, നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടി, ഇനി ബാക്കിയുള്ളത് അവനും അവൻ്റെ ഭാര്യയ്ക്കും അവൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടതാണെന്നുള്ളൊരു ബോധ്യം കൊടുക്കുക. പരമാവധി അവനെ വീണ്ടെടുക്കാൻ ശ്രമിക്കുക. കൂട്ടായിട്ടുള്ള പ്രാർത്ഥന, ഈ സഹോദരിമാരും അവരുടെ മക്കളും അവരുടെ കെട്ടിയവനും മാതാപിതാക്കളും എല്ലാം കൂടെ പ്രാർത്ഥനയിലൂടെയും പരിശ്രമങ്ങളിലൂടെയും അവനെ വീണ്ടെടുക്കുവാൻ പരിശ്രമിക്കണം എന്നുള്ളതാണ് ടോമിച്ചിൻ്റെ അഭിപ്രായം. അതേപ്പറ്റി എന്താണ് നിമ്മിക്ക് പറയാനുള്ളത്? മദ്യപാനിയായ മകനെ ചികിത്സിച്ച് ഭേദമാക്കുക. മദ്യപാനി ആയതുകൊണ്ടും ഉപദ്രവിക്കുന്നത് കൊണ്ടുമാണ് ഈ പെൺമക്കൾ അവിടെ ഇടപെടുന്നതും വീതമൊക്കെ ചോദിക്കുന്നത്. പക്ഷേ അവർക്ക് വീതം വേണ്ടായിരിക്കാം. ഒരു അമ്മയുടെ അപ്പൻ്റെ സുരക്ഷിതത്തിന് വേണ്ടി ഒരു വീതം ചോദിക്കുമ്പം അപ്പൻ്റെ അമ്മയുടെയും പേർക്ക് വെക്കും, മകനോ ഒരു ഭാഗം വെക്കുമായിരിക്കും. അങ്ങനെ ആയിരിക്കാം. ഏതായാലും അവർ സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചയച്ചെങ്കിൽ അവർ വീതം ചോദിക്കുന്നത് തെറ്റ്. പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. അമ്മയും അപ്പനും അവരുടെ സുരക്ഷിതത്വം നോക്കിക്കൊണ്ടാണ്. പക്ഷേ എത്ര നമ്മൾ സുരക്ഷിതത്വം നോക്കിയാലും ദൈവം സംരക്ഷിക്കുന്നില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ ഇവർ ഈ അപ്പനും അമ്മയും സഹോദരിമാരും ഈ മദ്യപാനിയായ സഹോദരൻ അല്ലെങ്കിൽ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും നേടിയെടുക്കുവാൻ എല്ലാ ദിവസവും 91-ാം സങ്കീർത്തനമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുക. അപ്പം അത്യുന്നതൻ്റെ സംരക്ഷണം, അപ്പം അവിടെ ആ സംരക്ഷണം ലഭിക്കും. അപ്പോൾ അതിൽ തന്നെ അവർക്കൊരു സമാധാനമൊക്കെ ഉണ്ടാകും. എല്ലാ ദിവസവും 91-ാം സങ്കീർത്തനം ചൊല്ലുകയും തിരുരക്തത്താൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക. പെങ്ങന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ആങ്ങളയുടെ മോചനത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം. എന്നാൽ ഷെയർ അങ്ങനെ ആഗ്രഹിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അവനെ കൂടുതൽ ഉത്തരവാദിത്വബോധമുള്ളവനാക്കുകയും അവരുടെ ജീവിതത്തിന് ആവശ്യമായ രീതിയിൽ ക്രമീകരിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാം കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി. ഈ കുടുംബങ്ങളെ ഈശോയുടെ തിരുമുമ്പാകെ സമർപ്പിക്കാം. പരമകാരുണ്യവാനും സ്നേഹം തന്നെയുമായ പുണ്യതമ്പുരാന്, ഇനി ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പാകെ സമർപ്പിച്ച 2 കുടുംബങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ. കർത്താവെ, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അങ്ങ് അറിയുന്നു, ബുദ്ധിമുട്ടുകളങ്ങ് മനസ്സിലാക്കുന്നു. കർത്താവെ, ആ കുടുംബത്തിലേക്ക് കടന്നു ചെന്ന് പ്രശ്നങ്ങളുടെ മൂലകാരണം കണ്ടുപിടിച്ചവ നീക്കിക്കളഞ്ഞുകൊണ്ട് ആ കുടുംബത്തെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമേ. എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും അവരെ വിമോചിതരാക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com